ഈ വീഡിയോയിൽ പറയുന്ന 10 ഹാബിറ്റ്സ് നിങ്ങൾ ലൈഫിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഷിറ്റി ലൈഫ് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതിൽ ഒന്നാമത്തെ ഹാബിറ്റാണ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. നമ്മുടെ ലൈഫ് മൊത്തം നമ്മുടെ കയ്യിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ എക്സ്റ്റേണൽ ആയിട്ട് ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ വരും അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാൻ വരും എന്നുള്ളൊരു വിശ്വാസം, പാരൻസോ ഫ്രണ്ട്സോ മെൻറ്റേഴ്സോ ഇങ്ങനെ ആരെങ്കിലും സഹായം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, രക്ഷപ്പെടും എന്നുള്ള വിശ്വാസം. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിലൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മളൊപ്പമുള്ളവരൊക്കെ പറയുന്നത്, ഞാനൊന്നും പഠിച്ചിട്ടില്ലടാ, എനിക്ക് എന്തായാലും മാർക്ക് ഉണ്ടാവില്ല, നമ്മൾ വെറുതെ എക്സാം എഴുതാന്നുള്ളൂ. നമ്മൾ പോലപ്പോൾ എന്ത് ചെയ്യും, ഓനൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ആ ഒരു സമാധാനത്തിൽ എന്ത് ചെയ്യും, നമ്മൾ എക്സാം ചെയ്തു. എന്നിട്ട് പിന്നെ എക്സാമിന് മാർക്ക് വരുമ്പോൾ, ടീച്ചർ പേപ്പർ വരുമ്പോൾ ഓൽക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും, നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്ത്, നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം, നമ്മൾ ആരും എന്ത് ചെയ്യില്ല, രക്ഷിക്കാൻ വരില്ല എന്നുള്ളത്. സോ ദ ഹാബിറ്റ് നമ്പർ 1, വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ചേസ് ഓൾ ദ ഷോർട്ട് ടേം പ്ലഷേഴ്സ്. ലോങ് ടേം പ്ലഷേഴ്സ് അല്ലെങ്കിൽ ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന ആക്ടിവിറ്റീസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ചേസ് ചെയ്യരുത്. കാരണം എന്താണ്, അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സന്തോഷം തരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഷോർട്ട് ടേം പെട്ടെന്ന് കിട്ടുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ് ചേസ് ചെയ്യാം. ലൈക്ക് വീഡിയോ ഗെയിംസ്, നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ പ്ലഷർ കിട്ടുന്നു. അതേപോലെ പോൺ, അതേപോലെ ജങ്ക് ഫുഡ് ലൈക്ക് കോള, പെപ്സി, 7up, ഡോറിറ്റോസ്, ലെയ്സ്, അങ്ങനത്തെ ഞാൻ വല്ല കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, സ്ട്രെസ്സൊക്കെ വരുമ്പോഴും അങ്ങനെ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ആ സിറ്റുവേഷനിൽ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഷോർട്ട് ടേം പ്ലഷേഴ്സിൽ ഫോക്കസ് ചെയ്യുക. മൂന്നാമത്താണ് സ്റ്റേയിങ് അൺക്ലീൻ അല്ലെങ്കിൽ സ്റ്റേയിങ് ഡേർട്ടി. മറ്റുള്ളവർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല നമ്മൾ ഡേർട്ടിയാണ്, നമ്മൾ അൺക്ലീൻ ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് ഡീപ്പ് ഡൗൺ നമുക്കറിയാം എന്ത്, നമ്മളൊരു ദിവസം ഷവർ ചെയ്തിട്ടില്ല, നമ്മൾ മര്യാദക്ക് നഖം വെട്ടിയിട്ടില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഡേർട്ടി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, നഖത്തിൻ്റെ ഉള്ളിലത്തെ നമ്മളെ ക്ലോത്ത്സ് ഒന്നും മര്യാദക്ക് വാഷ് ചെയ്തിട്ടില്ല, കുറേ ദിവസം മുമ്പ് ഇടാൻ തുടങ്ങിയ ക്ലോത്ത്സ് ആണ്. ഈ ഒരു സംഭവം എപ്പോഴും ഡേർട്ടി ആയിട്ട് നടക്കുക, മൂന്നാമത്തെ ഹാബിറ്റ്. നാലാമത്താണ് വെയിറ്റ് അണ്ടിൽ ഇറ്റ് ഫീൽസ് റൈറ്റ് ടു ആക്ട്. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു ഫീലിംഗ് വരുന്നവരെ, ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാക്ക് ഉണ്ടല്ലോ, ആ ഒരു ജിമ്മിൽ പോകണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ ആരെങ്കിലും തരുന്ന വരെ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് പഠിക്കാൻ തുടങ്ങാം, ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ആ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷന് വേണ്ടി നമുക്ക് എപ്പോഴാണ് ആ തോന്നുന്നത് അത് ചെയ്യാൻ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അഞ്ചാമത്തെ ഹാബിറ്റാണ് പെർഫെക്ഷൻ ഓർ നത്തിങ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്തിൽ ഫോക്കസ് ചെയ്യുക, പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യുക. ആ സംഭവം പെർഫെക്റ്റ് ആയിട്ട് നടന്നാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇന്ന് 1.5 മണിക്കൂർ ആണുള്ളത് വർക്കൗട്ട് ചെയ്യാൻ, നമ്മൾ ചെയ്യുന്നതും 1.5 മണിക്കൂർ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്. അതേസമയം നമുക്ക് ഒരു അരമണിക്കൂർ എന്ന് വർക്കൗട്ട് ചെയ്യാനുള്ളൂ, എന്ന വർക്കൗട്ട് ചെയ്യണ്ട. ലൈക്ക് ദാറ്റ്, പെർഫെക്ഷൻ ഓർ നത്തിങ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, പക്ഷെ നമ്മുടെ അടുത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിയർ ഇല്ല. അതായത് നമ്മുടെ അടുത്ത് നല്ല ക്യാമറ ഇല്ല, നമ്മുടെ അടുത്ത് നല്ല ട്രൈപോഡ് ഇല്ല, നമ്മുടെ അടുത്ത് നല്ല മൈക്കില്ല, നമ്മുടെ അടുത്ത് നല്ല ലൈറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യണ്ട, പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തല്ല, പെർഫെക്റ്റ് കാലാവസ്ഥ അല്ല, പുറത്ത് ഇറങ്ങുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മഴ കഴിഞ്ഞിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തത് ആറാമത്തെ ഹാബിറ്റ്, കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണല്ലോ സോഷ്യൽ മീഡിയ പറയുന്നത്, കമ്പയർ ചെയ്യാൻ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലായിക്കോട്ടെ, പൈസയിലായിക്കോട്ടെ, ഹാപ്പിനെസ്സിലായിക്കോട്ടെ, ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓലെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഓലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ് ബംസ്റ്ററിൻ്റെ ഫിസിക്കും നമ്മളെ ഫിസിക്കും കമ്പയർ ചെയ്യുക. ഓന് നല്ല ബോഡി ഉണ്ട്, എനിക്ക് ആകത്തുള്ളൂ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ വല്ല ബിൽ ഗേറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ ജെഫ് ബെസോസിൻ്റെയോ അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെ ഒക്കെ പൈസയും നമ്മളെ പൈസയും എന്ത് ചെയ്യുക, നമ്മളെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നമ്മളെ നെറ്റ്വർത്തും ഓലെ നെറ്റ്വർത്തും കമ്പയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന വീഡിയോസ് ഉണ്ടാവില്ല ആൾക്കാർ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമ്മളെ ലൈഫായിട്ടും കമ്പയർ ചെയ്യുക. ഇതുപോലെ എപ്പോഴും കമ്പാരിസൺ എന്ന് പറഞ്ഞ ഹാബിറ്റ്, എപ്പോഴും നമ്മളെ ലൈഫും മറ്റുള്ള ലൈഫും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഏഴാമത്താണ് സെർച്ചിങ് ഫോർ മീനിങ് ഇൻ ഇൻ്റർനെറ്റ്. നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടാത്ത സമയത്ത്, നമുക്ക് ഐഡിയാസ് ലാക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ബാഡ് മൂഡിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് ചിന്തിക്കുക, അങ്ങനെയൊന്നും സമയം കൊടുക്കരുത്. നമ്മളെ മൈൻഡ് എന്ത് ചെയ്യാം, കോൺസ്റ്റൻ്റ്ലി ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക. അതായത് എന്ത് ചെയ്യുക, യൂട്യൂബൊക്കെ എടുത്തിട്ട് വീഡിയോസ് ആഫ്റ്റർ വീഡിയോസ് അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വലി നമ്മളെ സെൽഫിന് ടൈം കൊടുക്കാതെ, ചിന്തിക്കാൻ സമയം കൊടുക്കാതെ, ഒന്ന് ജേർണലൊക്കെ ചെയ്താണ്ട് ഒന്ന് എഴുതി പ്ലാൻ ചെയ്യുന്നതിൻ്റെ പകരം എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റിൽ മുങ്ങിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡ് കോൺസ്റ്റൻ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യുക. എട്ടാമത്തത്, ഡോണ്ട് ബൈ എനിത്തിങ് ദാറ്റ് ആഡ് വാല്യൂ ടു യുവർ ലൈഫ്. നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കഷ്ടപ്പെടണം, നമ്മളവിടെ വിയർക്കണം അല്ലേ, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. സാധാരണ നമ്മളൊരു പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാണ് അവിടെ പൈസ കൊടുക്കുന്നത്, വെറുതെ നമ്മളെ ഹെൽത്ത് നന്നാക്കാൻ, നമ്മളെ ബോഡി നന്നാക്കാനും വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ തന്നെ പണിയെടുക്കുന്നത് നമുക്ക് പൈസ അങ്ങോട്ട് ചിലവാണ്.
അതുപോലെ മറ്റ് ബുക്കുകൾ, നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള ബുക്കുകൾ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ കോഴ്സുകൾ ഉണ്ടാവും, വേറെ ആൾക്കാരുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നല്ലതിലേക്ക് നയിക്കുന്ന, നമ്മുടെ ലൈഫിലേക്ക് വാല്യൂ തരുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് കേട്ടോ. ദെൻ 9ാമത്തെ ഹാബിറ്റാണ് വെറി വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്, അല്ലെങ്കിൽ ഓലെ നമ്മളെ ജഡ്ജ് ചെയ്യോ. നമ്മൾ എന്തൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്താലും, നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങിയാലും, നമ്മൾ എന്തൊരു പുതിയൊരു ആക്ട് ചെയ്താലും ഒക്കെ, നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ പോലും മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക, മറ്റുള്ളവർ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യുക, മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമോ എന്നുള്ളൊക്കെ ചിന്ത എപ്പോഴും കൊണ്ട് നടക്കുക. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ ആലോചിക്കാം, ഓല എന്താണോ പറയാന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓലെല്ലാവരും ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് പ്രവൃത്തിയും ചെയ്യാൻ. 10ാമത്തത് നെവർ റീഡ് ഫിക്ഷൻ. കാരണം നോൺ ഫിക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് കിട്ടും. നമുക്ക് സെൽഫ് ഹെൽപ്പ് ബുക്കുകളും ബയോഗ്രഫീസും ഒക്കെ ഉണ്ടാവും. ആരൊക്കെ എങ്ങനെയൊക്കെ ഓരോ ബിസിനസ് ബിൽഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എലോൺ മസ്ക് ആണെങ്കിൽ മൂപ്പര ബുക്ക് ഉണ്ടാവും, ജെഫ് ബസോസ് മൂപ്പര ബുക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ ബുക്കുകൾ ഉണ്ടാവും, ബയോഗ്രഫി ആയിട്ടും അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് ആൻസേഴ്സ് ആയിട്ടും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സെൽഫ് ഹെൽപ്പ് ബുക്കുകളല്ലാതെ ഫിക്ഷൻ സ്റ്റോറീസ് കാര്യങ്ങൾ വായിക്കരുത്. അത് വീക്കായ ആൾക്കാർ ചെയ്യണതാണ്. ഫിക്ഷൻ വായിച്ചാൽ ഇമാജിനേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ക്രിയേറ്റിവിറ്റി, ഇങ്ങനത്തെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ആവും. ഇങ്ങനത്തെ സ്കില്ലുകളൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ത് ചെയ്യരുത്, ഫിക്ഷൻ റീഡ് ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യുക, നോൺ ഫിക്ഷൻ മാത്രം റീഡ് ചെയ്യുക. സോ ഈ ഒരു 10 ഹാബിറ്റ്സ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിക്കാണ് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി മുടക്കാതെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് ഒരു ഷിറ്റി ലൈഫ്, ഒരു മിസറബിൾ ലൈഫാക്കിയാണ് മാറ്റാൻ പറ്റും. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ദാറ്റ്, you can join my community, Hisham's Tribe. The link is in description. I hope this is helpful for you guys. See you in the next video.